നൂറാമത് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായി 216 ആദിവാസി യുവതി യുവാക്കൾക്ക് മാംഗല്യമൊരുക്കി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ മാസം 25-ന് വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രമാണ് സമൂഹ വിവാഹത്തിന് വേദിയാവുക. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100ാമത്തെ ബ്രാഞ്ച് നാളെ കേശവദാസപുരത്ത് ആരംഭിക്കും. 100 ബ്രാഞ്ചുകൾ പൂർത്തിയാക്കുന്ന ദിവസം 100 ആദിവാസി യുവതികളുടെ വിവാഹം നടത്തുമെന്നായിരുന്നു ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ആൻഡ് MD ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ടിന്റെ ഉറപ്പ്. എന്നാൽ 216 ആദിവാസി യുവതി യുവാക്കൾക്ക് മാംഗല്യമൊരുക്കുകയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. 200-ലധികം യുവതി യുവാക്കൾ ഒരു പന്തലിൽ ഒരുമിച്ച് വിവാഹിതരാകുന്ന അപൂർവ ചടങ്ങ് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൗർണമിക്കാവ് ക്ഷേത്രവും സംയുക്തമായാണ് നടത്തുന്നത്. 100ന്റെ മികവിൽ 100 ആദിവാസി യുവതികളുടെ വിവാഹം ലോക ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ആ ഒരു നിമിഷം വരെ എല്ലാം ശ്രീ പൗർണമിക്കാവ് അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ആശീർവാദം കൊണ്ടാണ് ഇന്ന് ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ വളർച്ച. അതുപോലെ ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ചടങ്ങുകൾ അവരുടെ ആചാര പ്രകാരം നടത്തിക്കൊണ്ടാണ് ഈ പത്മനാഭന്റെ മണ്ണിലേക്ക് അവർ ഈ സമൂഹ വിവാഹത്തിനായി ഏറ്റവും വലിയൊരു ലോക ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു വിവാഹത്തിനായിട്ട് അവർ കടന്നു വരുന്നത്. വധൂവരന്മാർക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ, വസ്ത്രം, താമസം, യാത്രാ സൗകര്യമടക്കം എല്ലാം ഒരുക്കുന്നത് ധനലക്ഷ്മി ഗ്രൂപ്പ് തന്നെ. 1 ലക്ഷത്തോളം പേർക്കുള്ള അന്നദാനവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കേശവദാസപുരത്ത് നാളെയാണ് 100ാമത്തെ ശാഖയുടെ ഉദ്ഘാടനം. പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റി MS ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വളർച്ചയിലേക്കുള്ള പാതയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ് ധനലക്ഷ്മി ഗ്രൂപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.